എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ബീർബൗട്ടി എന്ന കഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ കാണാം. അതിൽ ഓൾ എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ആദ്യം ഞാൻ ബീർബൗട്ടിയുടെ അർത്ഥം പറഞ്ഞുതരാം. ബീർബൗട്ടി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു ജീവിയാണ്. നല്ല ചുവപ്പ് നിറത്തിലുള്ള പുറന്തോട്ടിൽ കറുത്ത പുള്ളികളുള്ള, ചില സ്ഥലങ്ങളിൽ ഇതിനെ ഇന്ദ്രഗോപം എന്നും മഴമക്കി എന്നൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ കഥയിലോട്ട് പോകാം. ആദ്യം സമ്മറി പോലെ പറഞ്ഞു തരാം. തുടർന്ന് പാഠഭാഗം വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ബീർബൗട്ടി എന്ന കഥ എഴുതിയത് പ്രഭാതാണ്. ഈ കഥയിൽ മെയിനായിട്ട് 2 കഥാപാത്രങ്ങളാണുള്ളത്, ബേലയും സാഹിലും. ഒന്നിച്ച് കളിച്ചും പഠിച്ചും വേർപിരിയാതെ നടന്നിരുന്ന ബേലയും സാഹിലും ഒടുവിൽ വേർപിരിയേണ്ടി വന്നപ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഇത്. നമുക്ക് തുടക്കം തുടങ്ങി ഫസ്റ്റ് ചാപ്റ്ററാണല്ലോ, അപ്പോൾ ലാസ്റ്റ് വരെ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓരോ എക്സാമിനും ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ കൂടിയാണിത്. ഇതിൽ നിന്ന് ലെറ്റർ റൈറ്റിംഗ്, പട്കഥ, പോസ്റ്റർ, അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ എന്തെങ്കിലുമൊക്കെ ഓരോ എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. ബീർബൗട്ടി ഇത് എഴുതിയത് പ്രഭാതാണ്. ആദ്യം ഞാൻ പാഠഭാഗം വായിച്ചിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. ബാദൽ ബഹുത് ബരസ് ലിയേ, മഴ നന്നായി പെയ്തു കഴിഞ്ഞു. ഫിർ ബി ബഹുത് സാറാ പാനി ഉന്മേ ബജാ ഹുവാദ, എന്നിട്ടും ബഹുത്ത് സാറാ പാനി, ഒരുപാട് ജലം അവിടെ ഇവിടെയൊക്കെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. വേ ഗേത്തോം ജംഗ്ലോം കെ ഊപ്പർ ചായ ഹുയേ ദേ, അത് പാടങ്ങളിലും കാടുകളിലെ മുകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. സാര ആകാശ് മേഘം സെ ബരാദ, ആകാശം മുഴുവനും കാർമേഘങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. മേഘം കി ഛായാവോമേ ഗീലി ഹവായം ഇധർ ഉധർ ഗൂം രഹി ഥി, മേഘങ്ങളുടെ നിഴലിലായിട്ട് കാറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേടോം കെ തന്നെ അബീബി ഗീലേദേ, മരങ്ങളുടെ താഴ്ത്തടി ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. മൂങ് ഫലിയോം കെ ഹരെ ഗേത്തോ മേ പീലി ഫൂൽ അബീബി ഗിലേദേ, നിലക്കടല ചെടിയുടെ പച്ചപ്പാർന്ന പാടങ്ങളിൽ പീലെ ഫുൽ അബീബി ഗിലേദേ, മഞ്ഞപ്പൂക്കൾ അപ്പോഴും നനവാർന്നിരുന്നു. ഗേത്തോമേ ചോട്ടാ ചോട്ടാ ബാജര ഉഗാദ, പാടങ്ങളിൽ ചെറിയ ചെറിയ ചോളം മുളച്ചിരുന്നു. ബാജരയ്ക്ക് ലംബെ പത്തലെ പാത്തോമേ പാനിക്ക് ബൂന്തേം അടക്കി ഹുയീതി, ചോളത്തിൻ്റെ നീണ്ടു കനം കുറഞ്ഞ ഇലകളിൽ പാനിക്ക് ബൂന്തേ, വെള്ളത്തിൻ്റെ തുള്ളികൾ തങ്ങി നിന്നിരുന്നു. ബാരിഷ് കി ഹവാമേ ഗീലെ ഗേത്തോമേ, ബാരിഷ് കി ഹവാമേ ഗീലെ ഗേത്തോം ഔർ ബാരിഷ് കി ഹരിയാലിക്ക് ഗന്ധ് ഗുലി ഹുയി ഥി, നനഞ്ഞ പാടങ്ങളുടെയും മഴയുടെയും സമൃദ്ധിയുടെയും ഗന്ധം മഴക്കാറ്റിൽ അലിഞ്ഞു ചേർന്നു. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോകാം. ഉൻഹെ ബീർബൗട്ടിയോം സെ മിൽന ഹോത്താ ഥാ, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. ഉൻഹേം എന്ന് ഉദ്ദേശിക്കുന്നത് ബേലനെയും സാഹിലിനെയാണ്. അവർക്ക് ബീർബൗട്ടിയോംസെ മിൽന ഹോത്താ ഥാ, അവർക്ക് മഴപ്പക്കികളെ കാണേണ്ടതായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തേ ഥേ, അതുകൊണ്ട് തന്നെ അവർ സ്കൂളിലോട്ട് പോകുന്നതിന് കുറച്ച് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുമായിരുന്നു. കസ്ബേ സെ സട്ടെ ഇൻ ഗേത്തോമേ ബീർബൗട്ടിയോം കോ ഗോജ കർത്ത, ഗ്രാമത്തോട് ചേർന്ന് കിടന്നിരുന്ന ഈ പാടങ്ങളിൽ അവർ മഴപ്പക്കികളെ അന്വേഷിക്കുകയാണ് പതിവ്. സൂർക്ക് മുലായം ഗദ്ബതി ബീർബൗട്ടി എന്ന് വെച്ചാൽ വളരെ ചുവപ്പും വളരെ സോഫ്റ്റുമായിട്ടുള്ള ബീർബൗട്ടി. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൺ കി പ്യാരി പ്യാരി ബൂന്തേ, സൂർക്ക് മുലായം ഗദ്ബതി ബീർബൗട്ടിയ, ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൺ കി പ്യാരി പ്യാരി ബൂന്തേ, മണ്ണിൽ ചുറ്റിത്തിരിയുന്ന അരുമയായ രക്തത്തുള്ളികൾ പോലെയാണ് ബീർബൗട്ടീനെ കാണാൻ. ഉൻകെ ബസ്തെ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ, കന്തോം പർ ഡങ്കേ ഹോത്തേ ഥേ, അവരുടെ വേഗകൾ അവരുടെ തോളുകളിൽ തൂങ്ങിക്കിടന്നിരുന്നു. വേ ഏക് ദൂസരെ കെ ബഹുത്ത് നസ്ദീക് രഹ്കർ ബൽക്കി കഹനാ ചാഹിയെ ബിൽക്കുൽ, वे एक दूसरे के बहुत नज़दीक रहकर बल्कि कहना चाहिए बिल्कुल सड़कर ബീർബൗട്ടിയം ഗോജത്തെ थे. വേ ഏക് ദൂസരയ്ക്ക് ബഹുത് നസ്ദീക് എന്ന് വെച്ചാൽ അവർ വളരെ അടുത്തിരുന്നിട്ടാണ്, ബൽക്കി കഹനാ ചാഹിയെ ബിൽക്കുൽ സടക്കർ, വളരെ അടുത്തിരുന്നിട്ടാണ് ഈ ബീർബൗട്ടിയെ അന്വേഷിച്ചിരുന്നത്. ഉൻഹെ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ബുരി ജമീൻ പർ ബൈഠ് ജായ കർത്തേ ഥേ, അവയെ കാണാൻ വേണ്ടി മഴയുടെ ഗന്ധമുള്ള തവിട്ട് നിറത്തിലുള്ള തറയിലാണ് അവർ ഇരുന്നത്. ഇനി അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ വരുന്നത്.
बेला देखो इस बीरबहुटी का रंग तुम्हारे रिबन के जैसा लाल है. സാഹിൽ ने कहा. സാഹിൽ പറഞ്ഞു, ബേല നിൻ്റെ ഈ ബീർബൗട്ടിയുടെ നിറം നിൻ്റെ റിബൺ പോലെ തന്നെ ചുവന്ന നിറത്തിലാണ്. തുമ്നെ കുച്ച് സുന ബേല, നീ വല്ലതും കേട്ടോ? ഹാ സുന, പഹലി ഗണ്ടി ലഗ് ഗയി ഹെ, ഫസ്റ്റ് ബെല്ലടിച്ചു. ലേക്കിൻ മുझे പേനെ മേ സായി ബി ഭർവാനി ഹെ ദുക്കാൻ സെ, പക്ഷേ എനിക്ക് പേനയിൽ ഇങ്ക് നിറക്കണമായിരുന്നു, മഷി നിറക്കണമായിരുന്നു ദുക്കാൻ സെ, കടയിൽ നിന്നും. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ വളരെയധികം നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം ഇത് കോൺവെർസേഷനായിട്ട്, അതായത് വാർത്താലാപമായിട്ടും അല്ലെങ്കിൽ പടുക്കതായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോയിലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുകയോ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. 1981 കാലഘട്ടം രാജസ്ഥാനിൽ ജയ്പൂരിന് സമീപം എല്ലായ്പ്പോഴും യാത്രാവണ്ടികളാലും ചരക്ക് വണ്ടികളാലും നിറഞ്ഞിരിക്കുന്ന ഫുലേര ജംഗ്ഷൻ. कस्बे की लगभग सुनी तंग गलियों में खामोश गड़े बिजली के खंभे. ആ ചെറുനഗരത്തിൽ ഏകദേശം ശൂന്യമായ ഇടുങ്ങിയ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. खंभों के बीच गींजी तारों की कतारें. इस गलियों में जहाँ तहाँ दिखाई पड़ती मीठी घंटियाँ बजाते फेरी वाले. പോസ്റ്റുകൾക്കിടയിൽ വലിച്ചു കെട്ടിയ കമ്പികളുടെ നിരകൾ. ഈ തെരുവുകളിൽ മധുരമായി മണി മുഴക്കിക്കൊണ്ട് സാധനങ്ങൾ കൊണ്ട് നടന്നു വിൽക്കുന്ന കച്ചവടക്കാരെ കാണാം. एक अंधेरी सी गली में 4-7 गधों की गुरों की टापों की आवाज़. उनके पीछे चलता एक बदन उगाड़े कुम्हार. एक अंधेरी सी गलियों में, ഈ തെരുവുകൾക്കിടയിൽ, ഈ ഇരുൾ നിറഞ്ഞ തെരുവിൽ 4-7 ഗദോം കി ഗൂരോം കി ടാപ്പോം കി ആവാസ്, 6-7 കഴുതകളുടെ കൊളമ്പടി ശബ്ദം കേൾക്കാം. ഉൻകെ പീച്ചെ ചൽത്ത एक बदन उगाड़े कुम्हार, അവയ്ക്ക് പിന്നാലെ നടക്കുന്ന അർദ്ധനഗ്നനായ ഒരു കുശവൻ. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ ബേല ഓർ സാഹിൽ. ഈ ദൃശ്യങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ കുട്ടികൾ ബേലയും സാഹിലും. ഉൻ ദിനോ പേനെ മേ 5 पैसों में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले डापर से पेने में स्याही भरते थे. അക്കാലത്ത് 5 പൈസക്ക് പേനയിൽ മഷി നിറച്ച് കിട്ടുമായിരുന്നു. സ്റ്റേഷനറി കടക്കാർ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ചിരുന്നു. पेने में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. അപ്പോൾ പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. അത് സാഹിൽ എന്ത് ചെയ്തു? നിലത്ത് കുടഞ്ഞു കളഞ്ഞു. ചിടക് ദിയ മീൻസ് നിലത്ത് കുടഞ്ഞു കളഞ്ഞു. നയി സായി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പहुँचे. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാഹിൽ ഉണ്ടായിരുന്ന പേനയിൽ അവശേഷിച്ചിരുന്ന ഇങ്ക് കുടഞ്ഞു കളഞ്ഞത്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിൽ എത്തിച്ചേർന്നു. ഏക്ക് പേന സായി ഭർദോ, ഈ പേനയിൽ മഷി നിറച്ചാലും. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. സാഹിൽ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ബേല ദുക്കാൻ കടക്കാരനോട് പേനയിൽ മഷി നിറച്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ബേട്ട സായിക്ക് ബോത്തൽ അബി അബി ഗാലി ഹോ ഗയി, अब तो कल ही मिल पाएगी. മോനെ, സായിക്ക് ബോത്തൽ അബി അബി കാലി ഹോ ഗയി. സായിക്ക് ബോത്തൽ എന്ന് വെച്ചാൽ മഷിയുടെ ബോത്തൽ ഇപ്പം തന്നെ കാലിയായി. അബ് तो कल ही मिल पाएगी, ഇനി നാളെയേ കിട്ടുള്ളൂ. लेकिन इसने तो पेने में जो स्याही दी उसे भी ज़मीन पर छिड़क दिया. बेला बोली. लेकिन इसने तो പേനെ में जो स्याही दी उसे भी ज़मीन पर छिड़क दिया എന്ന് പറഞ്ഞാൽ അവന് പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നത് അവന് നിലത്ത് കുടഞ്ഞു കളഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭാഷണം കേട്ടോ. എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു സംഭാഷണം തന്നെയാണ്. ഒന്നിൽ സംഭാഷണമായിട്ടോ അല്ലെങ്കിൽ പടുക്കഥയായിട്ടോ ചോദിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ഇത് കേട്ട കടക്കാരൻ ബാദൽ കോ ദേക്കർ ഗഡേ കോ നെഹി ഡുലാന ചാഹി എന്ന് പറഞ്ഞാൽ മേഘത്തെ കണ്ടിട്ട് കുടം ഒഴുക്കി കളയരുത്. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഓർ പൂച്ച കോൺസി മേ പഠിത്തെ ഹോ. കച്ചവടക്കാരൻ ചോദിച്ചു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മറുപടിയായിട്ട് 5വീം മേ. സാഹിലിനെ
ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो. അഞ്ചാം ക്ലാസ്സിൽ എന്താ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാപമാണോ എന്ന ചിന്തയോടെ സാഹിൽ മറുപടി പറഞ്ഞു. കടക്കാരൻ ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. കടക്കാരൻ ചോദിച്ചു രണ്ടുപേരും हाँ दोनों और हम दोनों का सेक्शन भी एक ही है ए. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. കടക്കാരൻ ചോദിച്ചു രണ്ടുപേരും ഒരു ക്ലാസ്സിലാണോ പഠിക്കുന്നത്? മറുപടിയായിട്ട് ഹാ ദോനും ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരു സെക്ഷനിലാണ് ഒരു ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നത്, എ ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ബേലാനെ ഏസെ ഖുഷ് ഹോക്കർ ബാത്തായ വളരെ സന്തോഷത്തോടു കൂടിയാണ് ബേല ഇത് മറുപടിയായിട്ട് പറഞ്ഞത്. ഇത് കോയി ബഹുത്ത് ബഡി ബാത്തോ ഇത് വളരെ എന്തോ വലിയ കാര്യം പോലെയാണ് ബേല മറുപടിയായി പറഞ്ഞത്. ക്ലാസ് മേ ദോനോം പാസ് ബൈഠത്തെ थे ഞങ്ങൾ ക്ലാസ്സിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ थे ഞങ്ങൾ കോപ്പി എഴുതുകയാണെങ്കിൽ ഒരുമിച്ചാണ് കോപ്പി എഴുതുന്നത്. കിതാബ് പഠിത്തേ തോ ദോനും കിതാബ് പഠിത്തേ കിതാബ് പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാണ് ബുക്ക് വായിക്കുന്നത്. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ थे പാഠങ്ങളും ഒരുമിച്ചാണ് പഠിക്കുന്നത്. സാഹിൽ ചമക്കുടി सन 57 में वह तलवार पुरानी थी. पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी പഠിത്തി थी. വായിച്ചിരുന്ന പാഠം ഒരുപോലെ തന്നെയാണ് അവർ രണ്ടുപേരും വായിച്ചിരുന്നത്. സാഹിൽ വായിക്കുന്നത് 57 തിളങ്ങിയ ആ വാൾ പഴയതായിരുന്നു എന്ന് സാഹിൽ വായിച്ചിരുന്നപ്പോൾ ബേലയും അതുപോലെ തന്നെ 57 തിളങ്ങിയ ആ വാൾ പഴയതായിരുന്നു എന്ന് വായിച്ചിരുന്നു. कहती बहन जी पानी पीने चली जाऊं അതുപോലെ തന്നെ സാഹിലും പറയുമായിരുന്നു. സാഹിൽ ബി കത്ത ബഹൻജി പാനി പീനെ ചെലെ ജാവും സഹോദരി വെള്ളം കുടിക്കാൻ പോകാം എന്ന് ബേല പറഞ്ഞിരുന്നപ്പോൾ സാഹിലും അതുപോലെ തന്നെ സഹോദരി വെള്ളം കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞിരുന്നു. അതായത് അവർ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഒരാൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റാളും പറഞ്ഞിരുന്നത്. സാഹിൽ ആദ്യം പറയുമ്പോൾ അതുപോലെ തന്നെ ബേല പറയുകയും ബേല പറയുന്നത് എന്താണോ അതുപോലെ തന്നെയാണ് സാഹിലും പറഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. गणित के माठ साहब सुरेंद्र जी का पीरियड गेलगंडी के बाद आता था. बच्चे उनसे कांपते थे और गेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. ഗണിത കെ മാഡ് സാബ് സുരേന്ദ്രജി അതായത് മാഡ് സാറായ സുരേന്ദ്ര സാറിൻ്റെ പീരീഡ് വരുന്നത് ഗേൽഗണ്ടി കെ ബാദ് ആത്താത ബ്രേക്ക് ടൈമിന് ശേഷമാണ് വരുന്നത്. ബच्चे उनसे कांपते थे കുട്ടികൾക്ക് എല്ലാവർക്കും ആ മാഡ് സാറെ ഭയമായിരുന്നു. और ഗേൽഗണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പെഹലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവെൽ ടൈം കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പായിട്ട് തന്നെ അപ്പനി അപ്പനി ജഗഹോം പർ ആക്കർ ബൈഠ് ജാത്തേ थे കുട്ടികൾ എല്ലാവരും ഓരോരോ സീറ്റിൽ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദ്രജി മാഡ് സാബ് इसी पीरियड में कॉपी छांटते थे. ज़रा सी गलती पर बच्चों को इधर उधर फेंक देते थे या चापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. സുരേന്ദ്ര സാറ് മാഡ് സാറ് ഈ പീരീഡാണ് നോട്ട്ബുക്കൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. ജറാസി ഗൾത്തി പർ ബച്ചോംകോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ थे എന്തെങ്കിലും മിസ്റ്റേക്കോ അല്പം തെറ്റുണ്ടായാൽ പോലും അദ്ദേഹം കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുകയോ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന കാര്യം തന്നെ അദ്ദേഹം മറന്നു പോകുമായിരുന്നു. एक दिन सुरेंद्र जी माड साहब ने बेला के बालों में पंजा फंसाया पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती ही नहीं. उन्होंने बेला को छोड़ दिया. बेला को भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं जैसे वह गड़े गड़े अभी गिर जाएगी. सुरेंद्र जी माड साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर. ഈ പാരഗ്രാഫിൽ പറയുന്നത് വെച്ചാൽ ഒരു ദിവസം സുരേന്ദ്ര സാറ് ബേലയുടെ മുടിയിൽ പിടിച്ച് കുരുക്കി. പക്ഷേ എന്ത് തെറ്റ് കണ്ടിട്ടാണ് സാറ് അവളെ മുടിയിൽ പിടിച്ചതെന്ന് അവൾക്കറിയില്ല. അത് ശരിക്കും തെറ്റായിരുന്നില്ല താനും. അദ്ദേഹം ബേലയെ മോചിപ്പിച്ചു. ബേലയുടെ പേടിച്ച മുഖം കണ്ടപ്പോൾ സാഹിൽ വളരെയധികം ഭയന്നുപോയി. ബേലയുടെ കാലുകൾ അപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു.
നിന്ന നിലക്ക് അവൾ വീണു പോകുമോ എന്ന് അവന് തോന്നി. സുരേന്ദർ സാറ് കോപ്പി പുസ്തകം അവൾ ഇരിക്കുന്നിടത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടു പറഞ്ഞു, നീ നിന്റെ സ്ഥലത്ത് പോയി ഇരിക്കൂ. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. ബേലയുടെ മനസ്സ് വളരെയധികം വേദനിച്ചു. മാട്ട് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ തോ മഗർ സാഹിൽ കെ സാമനെ നഹി. സാറ് തല്ലിയതിനേക്കാളും വിഷമം തോന്നിയത് സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് അവളെ തല്ലിയതിനാണ് അവൾക്ക് വിഷമം തോന്നിയത്. वह साहिल के सामने खुद को शर्मित महसूस कर रही थी. അവൾക്ക് ലജ്ജ തോന്നി സാഹിലിൻ്റെ മുമ്പിൽ. क्योंकि वह जानती थी कि वह साहिल के नज़र में बहुत अच्छी है. എന്തെന്നാൽ അവൾ സാഹിലിൻ്റെ മുമ്പിൽ വളരെ നല്ലൊരു കുട്ടിയാണ്. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. അവൾ സാഹിൽ അടുത്ത് വന്നിരുന്നപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. कोई उसे होय 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 सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना ठाकुर, तो कोई कुछ और कहकर चिढ़ा रहा था. ദീപാവലിയുടെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ വെള്ള നിറത്തിലുള്ളൊരു ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആരോ അവളോട് ഹോയ് ഹോയ് വെളുത്ത ബാൻഡേജ് എന്ന് പറഞ്ഞപ്പോൾ വേറെ ചിലർ കൊള്ളക്കാരി സുൽത്താന എന്ന് പറഞ്ഞു ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ये क्या हो गया बेला? സാഹിൽ ने परेशान होते हुए पूछा. ഇതെന്ത് പറ്റി ബേല? പരിഭ്രമത്തോടെ സാഹിൽ ചോദിച്ചു. छत से गिर गई, बेला ने हंसते हुए कहा और कहा, बहुत दिन हो गए. आज गेलगंडी में गांधी चौक में लगड़ी डांग गेलेंगे. തട്ടിന് പുറത്തു നിന്ന് വീണു. കുറേ ദിവസങ്ങളായല്ലോ, ഇന്ന് നമുക്ക് സ്പോർട്സ് പീരീഡിൽ ഗാന്ധി ചൗക്കിൽ ചക്ക കളിക്കാം. നഹി ഗേലെങ്കെ സിർമേ ഫിർ സെ ലഗ് ജായെങ്കി തോ. കളിക്കണ്ട, നിന്റെ തലയിൽ വീണ്ടും പരിക്കേറ്റാലോ. നഹി ലഗേഗി, ബേലാനെ ജിദ്ദ് കി. ഇല്ല, ബേല വാശി പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालों में पूरी गेलगंडी लगड़ी डांग खेले. പിന്നീട് അവർ എന്നത്തെയും പോലെ സ്പോർട്സ് പീരീഡ് മുഴുവനും ഗാന്ധി ചൗക്കിലെ മരത്തണലിൽ ചക്ക കളിച്ചു. ചക്കക്കളി എന്ന് വെച്ചാൽ ക്രിപ്പിൾ ഗെയിമാണ്. ഞൊണ്ടിക്കളി എന്നൊക്കെ പറയും. അത് ആ ഒരു ഗെയിമിനാണ് പറയുന്നത് ചക്ക കളിക്കാന്ന് പറയുന്നത്. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से पहले कुछ अधिक मुस्कुरा रही हो. തനിക്ക് ചുറ്റും ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടുകൊണ്ട് നിന്ന ഗാന്ധി പ്രതിമയുടെ ഭാവം കണ്ടാൽ അത് എന്നത്തേക്കാളും കുറച്ചധികം പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഈ ഒരു പാരഗ്രാഫോട് കൂടി സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടുകൾ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല. സബ്സ്ക്രൈബ് തികച്ചും ഫ്രീ തന്നെയാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അത് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ കാണാം. അതിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പാർട്ട് 1 കഴിഞ്ഞു. പാർട്ട് 2 നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.